ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ നമുക്ക് ഒരു ദം ബിരിയാണി വെക്കണ ഒരു റെസിപ്പി ഇടാന്നുള്ള രീതിയിലാട്ടോ നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ ഇന്ന് മോന് ഉള്ളിയൊക്കെ എരിഞ്ഞ് നല്ല ഉഷാറിൽ നല്ല കട്ടില്ലാതെ ഉള്ളിയൊക്കെ എരിഞ്ഞ് തന്നിട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഒരു കോഴിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോഴിയൊക്കെ നല്ല ഉഷാറിൽ കേകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ദം ബിരിയാണി ഉണ്ടാക്കാം മക്കളെ. അപ്പോൾ അതിക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് നമുക്ക് ഉള്ളി എരിഞ്ഞതൊക്കെ നമുക്ക് നല്ല ചിക്കൻ പൊരിച്ച് കണ്ടട്ടെ ഒന്ന് ഉള്ളി പിന്നെ നമ്മളെ ബിരിയാണി വെക്കുന്നത്. ചിക്കൻ നല്ല ഉഷാറായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ നല്ലോണം ചിക്കനൊക്കെ നല്ല ഉഷാറിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ അരി വേവാനും വേണ്ടിയേ നമുക്ക് 2 കിലോ അരി വെക്കണം എന്നുള്ള രീതിയിലാട്ടോ നമ്മളെ വലിയ ചെമ്പാട്ട് വെച്ചത്. അപ്പം പിന്നെ അതിലേക്ക് നമ്മൾ 2 കിലോ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാരങ്ങ ഇട്ടുണ്ട് വെച്ചെങ്കിൽ ചെറുനാരങ്ങ നല്ല പിന്നെ ഇട്ടുണ്ട് വെച്ചെങ്കിൽ അതിക്ക് നല്ല ഒടിയാതെ കിട്ടും കേട്ടോ ചെറുനാരങ്ങ ഇട്ടാൽ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ കായ്ച്ച ചെറുനാരങ്ങ ഉണ്ട്. നമുക്കതിങ്ങനെ പോയി നോക്കാം. നമുക്ക് ഇതൊക്കെ തിളപ്പിച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ ചെറുനാരങ്ങയൊക്കെ പറിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വലിയ ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നെ തക്കാളിയൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മളെ ചോറുക്ക് ഇട്ട് കൊടുക്കട്ടോ. തിളച്ചിക്കണ ചോറുക്ക് കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മെഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തേ, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തേ, ഏതാണി രാജാത്തേ. അപ്പോൾ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ടേ ഭക്ഷണം ഉണ്ടാക്കി അടിപൊളി ഉഷാറായിട്ട് ഇങ്ങനെ പോട്ടെ. നമ്മൾ എരിഞ്ഞച്ച ഉള്ളികൾ ഒരു 4-5 ഉള്ളി ഉണ്ട് കേട്ടോ. വലിയ സവാളയാണ്, 4-5 ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കാണുന്ന ഇളക്കിയാണ് എല്ലാം അടിപൊളിയായിട്ട് അത് മൂടി വെച്ചാലക്കള ഇത് നല്ലോണം വെന്ത് കുഴഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചതുക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പാടപ്പാണ് ചതുക്കി വയ്ക്കുക കേട്ടോ. അതാണ് ചതുക്കി വെച്ചത് ഇട്ട് കണ്ടാണ്ട് ഇളക്കി കൊടുത്ത് അടിപൊളിയായിട്ടാണ് ഇളക്കി കൊടുത്ത് കാണാൻ മൂടിയൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമായ തക്കാളി ഒരു 4-5-6 തക്കാളി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇട്ട് കൊടുത്താണ്ട് നമുക്കത് നല്ലോണം നല്ലോണം വേവിച്ച് നല്ല വേവോളം ഇളക്കി കൊടുക്കട്ടോ. നല്ല വെന്ത പച്ച ചുവയ്ക്കണം മാറുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഇട്ടക്കളെ. അപ്പോൾ അതങ്ങനെ ഇളക്കി അതിക്ക് നമുക്ക് പൊടികളായ പിന്നെ ഗരം മസാല, ബിരിയാണി മസാല ഇട്ടത്, പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നാരങ്ങ പിഴിഞ്ഞുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു പുക ഇങ്ങനെ വരിക കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അതാണിതിങ്ങനെ കാണാത്തത്. അതിലേക്ക് നമുക്ക് ലേശം തൈര് ഒഴിച്ച് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞ് വെച്ചതൊന്നും ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല വെന്തുടയണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ പൊരിച്ച ചിക്കനാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് ഇളക്കി അങ്ങനെ ഒന്നാണ്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഊറ്റി വെച്ചപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് നല്ല ബിരിയാണി മസാലയൊക്കെ ഒന്നാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ മിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഓല ഉണ്ട് നിങ്ങളെടുത്തുണ്ട് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളെ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഓലയാണ്. ഞാനിത് ഇട്ട നല്ല സ്മെല്ലാട്ടത്, നല്ലൊരു അടിപൊളിയാണ്. നമ്മൾ ചിക്കൻ പൊരിച്ചില്ല ആ ഒരു കോഴിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ആ എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിക്ക് മല്ലിച്ചപ്പൊന്ന് മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നാണ് മൂടി വെച്ച് ദമ്മാക്കി ഒന്നാണ് മൂടി വെച്ച് കൊടുക്കട്ടോ. നല്ല ഉഷാറിലൊന്നാണ് മൂടി വെച്ചിട്ട് എല്ലാം ഒന്നാണ് കത്തിച്ചിട്ട്
എല്ലതും വെന്ത് തന്നെ കേട്ടോ. ചിക്കനും പൊരിച്ചതാണ്, ചോറും വെന്ത് തന്നെയാണ്. അപ്പോൾ ഒന്നും ആവാല്ല. നമുക്ക് അതിലേക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ്ട് ഒരു ഉള്ളി നല്ലോണം നൈസാക്കി കട്ട് ചെയ്തതൊന്ന് നല്ല വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ ഈ ബിരിയാണി വെക്കണതേ. അതുകൊണ്ട് നല്ലൊരു രസമാട്ടോ. അതിൽ നമ്മൾ എണ്ണകളായിട്ട് പിന്നെ ഒരു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കിത് ഈ ഉള്ളി നല്ലോണം ഉഷാറിൽ പൊരിച്ചെടുത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ. നല്ല ബ്രൗൺ കളറാണ് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമുക്കിതിങ്ങനെ മാറ്റി ഇതിന് ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിക്കൊന്ന് തട്ടി കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ കരിവേപ്പിലുണ്ട്, അതൊന്നുകൂടി ഒന്നാണ് പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടൊക്കെ. കരിവേപ്പിലൊക്കെ ഒന്ന് പൊരിച്ചിട്ടാൽ ഈ ബിരിയാണീൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് റൈസിന് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കരിവേപ്പില നല്ല ഒന്ന് വറുത്തെടുക്കട്ടോ, നല്ലോണം മുരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മക്കളെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ബിരിയാണിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബിരിയാണീൻ്റെ ഓലയൊക്കെ ഒന്നാണ് നമുക്കൊന്ന് മാറ്റട്ടോ. ആ എന്നാൽ തന്നെ ആ സ്മെല്ലുണ്ടാവും. ആ ഓലയൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് നല്ലതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൊരിച്ച ഉള്ളി പൊരിച്ച ഇതൊക്കെ ഒന്ന് എണ്ണകളൊക്കെ ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല RKG ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം RKG ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും കൂടി ഒന്ന് നല്ല ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റായിട്ടോ, നല്ല രസമുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയൊന്ന്. പിന്നെന്താ, ഇനി അടുത്ത വീഡിയോ കാണും വരെ നമുക്ക് ഇനി വേറെ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും കമൻസുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരിക്കലും മറക്കരുത് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.